ലോകം മറ്റൊരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണോ? ഇറാനും ഇസ്രായേലും വീണ്ടും പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നാസർസാദയുടെ പുതിയ പ്രസ്താവനയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ പുതിയൊരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇസ്രായേൽ തങ്ങൾക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ മുൻപത്തെ പോലെയായിരിക്കില്ലെന്നും പ്രഹരശേഷി കൂടിയ പുതിയ മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും ഇനി ആക്രമണം നടത്തുക എന്നുമാണ് അസീസ് നാസർസാദെ മുന്നറിയിപ്പ് നൽകുന്നത്. മികച്ച പ്രഹരശേഷിയുള്ള പുതിയ മിസൈലുകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് എന്നും ഇനി അതുപയോഗിക്കുമെന്നും അസീസ് പറയുന്നത് മറ്റൊരു സംഘർഷത്തിനുള്ള സൂചനയാണോ എന്നാണ് വിദേശകാര്യ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGCയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അസീസ് നാസർസാദയുടെ പ്രസ്താവന വരുന്നത്. ഇസ്രായേൽ ഇനിയൊരു സാഹസത്തിന് മുതിർന്നാൽ അന്ന് 12 ദിവസം നീണ്ട സംഘർഷം പോലെയാകില്ല കാര്യങ്ങൾ. 12 ദിവസത്തെ സംഘർഷത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ മാരക ശേഷിയുള്ള പുതുതായി വികസിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും പ്രതികരണം. അന്ന് ഉപയോഗിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച മിസൈലുകളാണ്. ഇന്ന് അതല്ല സ്ഥിതി. പഴയതിനേക്കാൾ പ്രഹരശേഷിയുള്ള പുതിയ മിസൈലുകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇനിയൊരു സാഹസത്തിന് സൈനിസ്റ്റ് ഭരണകൂടം മുതിർന്നാൽ തീർച്ചയായും തങ്ങൾ ആ മിസൈലുകൾ ഉപയോഗിക്കും. ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറാണ് എന്നാണ് നാസർസാദെ പറയുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവും യുദ്ധസൂചന നൽകിയിട്ടുണ്ട്. തങ്ങൾ ഒരു വെടിനിർത്തലിൽ അല്ലെന്നും യുദ്ധമുഖത്ത് തന്നെയാണ് എന്നുമാണ് യഹിയ റഹീം സഫാഫി വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഒരുപക്ഷെ യുദ്ധം നടന്നേക്കാം, ചിലപ്പോൾ നടന്നില്ലെന്നും വരാമെന്നും സഫാവി പറഞ്ഞു. എന്തായാലും ഏത് സാഹചര്യവും നേരിടാൻ ഇറാൻ അവരുടെ സൈനിക വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇറാന്റെ ദേശീയ സൈനിക ദിനാചരണം നടക്കാനിരിക്കവേ ഇറാൻ കനത്ത ജാഗ്രതയിലാണ്. ഈ വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഇക്കഴിഞ്ഞ ജൂൺ 13 ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ഇതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകി. 12 ദിവസമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം നീണ്ടുനിന്നത്. ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇറാന്റെ സൈനികരും ആണവ ശാസ്ത്രജ്ഞരുമടക്കം 1000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. തിരിച്ച് ഇറാനും ഇസ്രായേലിന്റെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്ക് പ്രകാരം 2000-ൽ-അധികം വീടുകളും 240 കെട്ടിടങ്ങളും ഇറാൻ ആക്രമണത്തിൽ തകർന്നതായാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന്റെ ശാസ്ത്ര ഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവും എന്നറിയപ്പെടുന്ന വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ അടക്കമായിരുന്നു ഇറാൻ ആക്രമണം. ഇതിനിടെ അമേരിക്കയും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കാളികളായി. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ ഖത്തറിലടക്കമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിന് മറുപടി നൽകിയത്. ഇതോടെ സംഘർഷത്തിന് വിരാമമാകുകയായിരുന്നു. ജൂൺ 24 മുതൽ ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും അത്തരമൊരു കരാർ നിലവിലില്ല എന്ന ഇറാന്റെ പ്രസ്താവന അവർ ഒരു ആക്രമണത്തിനു കൂടി സജ്ജമാണ് എന്നാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലൂടെ ആണവായുധം വികസിപ്പിക്കുന്നതായി യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ 2015-ലെ ആണവ പദ്ധതിക്ക് എതിരാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ റഷ്യക്കെതിരെ നടപ്പാക്കിയ സാമ്പത്തിക ഉപരോധം ഇറാനും അനുഭവിക്കേണ്ടി വരുമെന്ന് യൂറോപ്യൻ യൂണിയനിലെ ഈ 3 രാജ്യങ്ങൾ കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം ഇറാൻ ചൈനയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നുവെന്നും സൂചനയുണ്ട്. ജൂണിലെ യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ചൈന സഹായം നൽകുന്നുവെന്ന് ഇസ്രായേൽ പത്രമായ യെദിയോത്ത് അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. നേരിട്ട് ആയുധങ്ങൾ നൽകുന്നില്ല എങ്കിലും തകർന്ന സൈനിക സംവിധാനങ്ങൾ നേരെയാക്കാൻ ചൈനീസ് സഹായം ലഭിക്കുന്നു എന്നാണ് വിവരം. കഴിഞ്ഞ മാസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ചൈന സന്ദർശിച്ചിരുന്നു. ഇതേ സമയത്ത് എണ്ണ വിതരണത്തിന് പ്രതിഫലമായി ചൈന ഇറാന് ചൈനീസ് നിർമ്മിത സർഫസ് ടു എയർ മിസൈലുകൾ നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം ഇറാന് ചൈന നേരിട്ട് സൈനിക സഹായം നൽകുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ബാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ 22 മാസം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ പുരോഗമിക്കവേ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. ലക്ഷക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 60,000 റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും. നിലവിൽ സേവനത്തിലുള്ള 20,000 റിസർവ് സേനാംഗങ്ങൾക്ക് തുടരാൻ നിർദ്ദേശവും നൽകും.
ഇതുവരെയും ഇസ്രായേൽ കരസേന നേരിട്ടിറങ്ങാത്ത ഗാസ സിറ്റിയിൽ പൂർണ്ണമായി പലസ്തീനികളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലുമടക്കം നടപ്പാക്കും. ഗാസ സിറ്റിയുടെ ഭാഗമായ സൈത്തൂൻ, ജബാലിയ എന്നിവിടങ്ങളിൽ ഇതിനകം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഹമാസിന്റെ ശക്തി കേന്ദ്രവും ഭരണസിര കേന്ദ്രവുമായ ഗാസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കകത്താണ് ബന്ദികളെ പാർപ്പിച്ചത് എന്ന് ഇസ്രായേൽ കരുതുന്നു. ഇവരുടെ കൊലപാതകത്തിൽ കൂടി കലാശിക്കുന്നതാകും കരസേനാ നീക്കം. ഗാസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈന്യത്തിനകത്തു തന്നെ കടുത്ത എതിർപ്പുയർന്നിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഇതിനെതിരാണ്. ബന്ദിമോചനം ഉറപ്പാക്കി 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. വെള്ളിയാഴ്ചക്കകം പ്രതികരിക്കാമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ പ്രഖ്യാപനവും വരുന്നത്. ഇസ്രായേൽ കുരുതി തുടരുന്ന ഗാസയിൽ 24 മണിക്കൂറിനിടെ ഭക്ഷണം കാത്തുനിന്ന 22 പേരടക്കം 56 പേരുടെ മരണം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. 185 പേർക്കാണ് പരിക്കേറ്റത്. മുൻ പലസ്തീൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരം മുഹമ്മദ് ഷലാനും ഭക്ഷണം കാത്തു നിൽക്കെ സൈന്യം വെടിവെച്ചു കൊന്നവരിൽ ഉൾപ്പെടുന്നു. ഖാൻ യൂനിസിലാണ് 40കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62,122 പട്ടിണി മൂലം 3 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 112 കുട്ടികളടക്കം 269. വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണപ്പൊതി വീണ് ദക്ഷിണ ഗാസയിൽ വൃദ്ധൻ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട്. ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഗാസയിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്.